സിദ്ധാർത്ഥ് ഗൗരിയെയും വലിച്ചുയർത്തി ഹാളിലെ സോഫയിലേക്കിരുത്തി. മുറിവ് വലിയ കാര്യമായൊന്നുമില്ലെങ്കിലും സിദ്ധാർത്ഥ് അതിനെ നല്ലതുപോലെ ശ്രദ്ധയോടെ വൃത്തിയാക്കാൻ തുടങ്ങി. നോക്ക്, കുറച്ച് നീറ്റലുണ്ടാവും. സിദ്ധാർത്ഥ് പറഞ്ഞതും ഗൗരി ഒരു നിലവിളി ഉതിർത്തു. എന്താ? ഒന്നുമില്ല. നന്നായി. പശു അമറും പോലെ അമരണ്ട. കുറച്ച് നേരം കഴിയുമ്പോൾ ഓക്കെ ആവും. ഒരു പണി നല്ലതുപോലെ അറിയില്ല, എന്നാലും എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ നടന്നോളും. അവൻ്റെ വാക്ക് കേട്ട് ഗൗരി ഒന്ന് ഞെട്ടി. എൻ്റെ ഈശ്വര, ഞാൻ അമ്മനോട് പറഞ്ഞ അനന്യയുടെ കാര്യം ഇങ്ങനെ അറിഞ്ഞോ? അതോർത്തപ്പോഴേക്കും നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അധികം വൈകാതെ അവളുടെ മുറിവിനെ ബാൻഡേജ് ചെയ്ത ശേഷം സിദ്ധാർത്ഥ അവളെ നോക്കി. ഇനി എന്താണാവോ അടുത്ത പണി? കൈ കെട്ടി നിന്ന് രൂക്ഷ നോട്ടത്തിൽ അവൻ്റെ ചോദ്യം കേട്ടതും അവളെ തലതാഴ്ത്തി നിന്നു. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഓഫീസ് റൂമിലേക്ക് അല്പം വെള്ളം കൊണ്ടുവന്ന് വെക്കണം. അവൾ ഒന്ന് തലയാട്ടി. അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ അവിടെ നിന്നും പോയി. അല്ല, ഈ സെർവൻസ് ഒക്കെ എവിടെയാ പോയതാ? ഒരാളെ പോലും കാണാനില്ലല്ലോ. ഇങ്ങേർക്ക് ഇത്ര നേരത്തെ പറഞ്ഞു വിടുന്ന സ്വഭാവം ഇല്ലാത്തതാണല്ലോ. പിന്നെല്ലാം എവിടെ പോയി? അവൾ ചിന്തിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ അവളുടെ മുറിവിനെ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ട് അവൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഇങ്ങനെ ശരിക്കും ആരാ? എന്നെ ഇങ്ങനെ നോക്കാൻ മാത്രം സ്നേഹം ആ ഹൃദയത്തിലുണ്ടോ? ബെസ്റ്റ്. ഞാൻ ആരെ പറ്റി ചിന്തിക്കുന്നേ? സിദ്ധാർത്ഥ് വർമ്മയെക്കുറിച്ചോ? നടന്നത് തന്നെ. അവളൊരു ചിരിയോടെ ചിന്തയിൽ നിന്ന് ഉണർന്നു. എന്തായാലും സമയം ഇത്രയുമായി, ഒന്ന് ഫ്രഷായി ബാക്കി എന്തും ചെയ്യാം. അവൾ അവളുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. 1/2 മണിക്കൂർ നീണ്ടൊരു കുളിക്ക് ശേഷം അവൾ താഴെ കിച്ചണിലേക്ക് വന്നു. രാത്രിക്കുള്ള ഫുഡൊന്നും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. സെർവൻസ് എവിടെ പോയെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവളെ സിദ്ധാർത്ഥ പറഞ്ഞതുപോലെ ഒരു ജഗ് വെള്ളവുമായി സിദ്ധാർത്ഥിൻ്റെ ഓഫീസ് റൂമിലേക്ക് നടന്നു. കോണിപ്പടികൾ കയറുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചിന്ത കൂടി കടന്നുപോയി. മുറിഞ്ഞുപോയ പഠനം തുടരുന്ന കാര്യമാണ് അവളുടെ മനസ്സിലേക്ക് വന്നത്. അവൾ പഠിച്ചിരുന്നത് ഒരു വലിയ കോളേജിലായിരുന്നു. സ്കോളർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ആ കോളേജിൽ ഫീസിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുവിൻ്റെ അസുഖത്തെ തുടർന്ന് നിർത്തിയതാണ് കോളേജ് പഠനം. അതൊന്നുകൂടി തുടരണമെന്ന് അവൾക്ക് തോന്നി. എന്തായാലും സിദ്ധാർത്ഥിനോട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. അവൾ അതും തീരുമാനിച്ച് സിദ്ധാർത്ഥിൻ്റെ ഓഫീസ് റൂമിലേക്ക് നടന്നു. അവിടെ സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നില്ല. അവൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അവൾ അവിടെയുള്ളൊരു സോഫയിലേക്കിരുന്നു. അപ്പോഴാണ് അവൻ്റെ മേശയും അടുത്തിരുന്ന് കറങ്ങുന്ന കസേരയും അവൾ കണ്ടത്. അത് കണ്ടപ്പോൾ അവൾക്കൊരു കുസൃതി തോന്നി. അവൾ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ ആ കസേരയ്ക്ക് അടുത്തേക്ക് നീങ്ങി. ഗൗരി, വേണ്ട കേട്ടോ, ഇത് സിദ്ധാർത്ഥ് വർമ്മയുടെ കസേരയാണ്. അങ്ങേരെങ്ങാനും കണ്ടുവന്നാൽ പിന്നെ നിന്റെ കാര്യം തീർന്നു. അവളുടെ മനസ്സൊരു ഭയപ്പാടോടുകൂടി അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അയ്യടാ, അങ്ങനെ സിദ്ധാർത്ഥിന് മാത്രം ഇരിക്കാനുള്ള കസേരയാണെന്ന് ഇതിലെവിടെയും എഴുതി വെച്ചിട്ടില്ല. അവൾ ഓഫീസ് റൂമിലെ വാതിലൊന്ന് പാളി നോക്കിക്കൊണ്ട് പതിയെ കസേരയിലേക്ക് ഇരിക്കാനായി ഒരുങ്ങി. വിറയുന്ന കൈകൾ കൊണ്ട് ആദ്യം ആ കസേരയൊന്ന് തലോടി. എൻ്റെ ഗൗരി, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? വേണ്ട എൻ്റെ പൊന്നു മനസ്സേ, നീ ഒന്ന് മിണ്ടാതിരിക്ക്. ഞാൻ ഇരുന്നോട്ടെ, അങ്ങേര് കാണില്ലടി. അവളും അവളുടെ മനസ്സും തമ്മിൽ ഒരു വാഗ്വാദം തന്നെ എത്തി. അവസാനം പതി അവൾ ആ കസേരയിലേക്ക് ഇരുന്നു. എൻ്റെ ഭഗവതി, ഇത് എന്തൊരു സുഖമായിരിക്കാൻ. ഞാനും വിചാരിക്കും ഇവൻ എങ്ങനെയാണ് എത്ര നേരം ഇതിലിരിക്കുന്നതെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് അത്രയ്ക്ക് സുഖമുള്ള ഒരു കസേരയാണെന്ന്. അവൾ ആ കസേരയിൽ നിന്ന് 1-2 വട്ടം കറങ്ങി. 3-ാമത്തെ വട്ടം കറങ്ങി ഓഫീസ് റൂമിൻ്റെ വാതിലിന് മുന്നിൽ കസേര സ്റ്റക്കായി നിന്നതല്ല, ഗൗരി താനെ നിർത്തിയതാണ്. അവിടെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ട അവളുടെ കാലുകൾ തന്നെ അറിയാതെ കസേരയിലെ കറക്കം നിർത്തി. എൻ്റെ ഭഗവതി, നീ തീർന്നു ഗൗരി, നീ തീർന്നു. അവൾ നാവ് കടിച്ചുകൊണ്ട് ഭഗവതിയെ വിളിച്ചു. സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചതുപോലെ ഗൗരി ആ കസേരയിൽ സ്റ്റക്കായിരുന്നു പോയിരുന്നു. എന്താ ഗൗരി, നീ എണീക്ക്. നീ എന്താ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്? അവളുടെ മനസാക്ഷി ഭയത്തോടെ അവളോട് പറഞ്ഞു. എണീക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ അവളുടെ ശരീരം മരവിച്ചു പോയിരുന്നു.
അവൾ ദയനീയമായി ഭയത്തോടെ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. അവളൊരു പ്രതിമ കണക്കെ അങ്ങനെ നിന്നു. സിദ്ധാർത്ഥ്. അവൾ പേര് വിളിച്ചെങ്കിലും ഒരു കാറ്റ് മാത്രമാണ് പുറത്തേക്ക് വന്നത്. അവൻ ചൂണ്ടുവിരൽ കൊണ്ട് അവളോട് അവിടെ നിന്ന് മാറി നിൽക്കാനായി പറഞ്ഞു. അവൻ ചൂണ്ടുന്ന ഭാഗം ഒരു സോഫയുടെ നേരെയായിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ അവൾ ആ സോഫയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ശേഷം അവളിരുന്ന മേശയുടെയും കസേരയുടെയും അടുത്തേക്ക് അവൻ ചെന്നു. അവിടെ സിദ്ധാർത്ഥിൻ്റെ ലാപ്ടോപ്പ് ഇരിക്കുന്നത് അപ്പോഴാണ് അവൾ കണ്ടത്. സിദ്ധാർത്ഥ് കസേരയിലേക്ക് ഇരുന്ന ശേഷം ലാപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, സോറി ഗൈസ്. അവൻ്റെ ആ വാക്കുകൾ ഞെട്ടലോടെയാണ് ഗൗരി കേട്ടത്. എൻ്റെ ഈശ്വര, അവിടെ ലൈവ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഞാൻ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയത്. തീർന്നു. എൻ്റെ ഭഗവതി, നീ ഉടലോടെ എന്നെ മേപ്പോട്ടെടുക്ക്. അതാവും നല്ലത്. മീറ്റിങ്ങിലാണെങ്കിൽ തന്നെ ഈ ലാപ്പിൽ നിന്നും ശബ്ദമൊന്നും വന്നില്ലല്ലോ. അപ്പോഴാണ് ഗൗരി സിദ്ധാർത്ഥിൻ്റെ ചെവിയിലുള്ള ഹെഡ്സെറ്റ് കാണുന്നത്. എൻ്റെ ഈശ്വര, അവിടെയും പിഴച്ചല്ലോ. അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും സിദ്ധാർത്ഥ അവളെ രൂക്ഷമായൊന്ന് തുറച്ചു നോക്കി. ശേഷം കൈകൊണ്ട് ആ സോഫയിൽ ഇരിക്കാനായി കാണിച്ചു. ആ റൂമിൽ AC ഉണ്ടായിട്ട് പോലും ഗൗരി വിയർത്തൊലിക്കാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞ് ഏതാനും 10 മിനിറ്റുകൾക്ക് ശേഷം സിദ്ധാർത്ഥ ലാപ്പ് ഉച്ചത്തിൽ അടച്ചു വെച്ചു. ഒരുപക്ഷെ ആ ലാപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടാവുമെന്ന് ഗൗരിക്ക് തോന്നി. ശേഷം ആ കസേര അവൾക്ക് നേരെ തിരിച്ചുകൊണ്ട് താടിയിൽ കൈ കുത്തിക്കൊണ്ട് സിദ്ധാർത്ഥ രൂക്ഷമായി അവളെ നോക്കി. അവൻ്റെ കണ്ണുകൾക്ക് അവളെ ചാരമാക്കാനുള്ള കെൽപ്പുണ്ടെന്ന് അവൾക്ക് തന്നെ തോന്നിപ്പോയി. അവൾ ദയനീയമായി അവൻ്റെ പേര് ഉരുവിട്ടു. സിദ്ധാർത്ഥ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ദയവ് ചെയ്ത് ക്ഷമിക്കണം സിദ്ധാർത്ഥ്. അവർ ഒന്നും മിണ്ടാതെ കോപത്തോടെ തന്നെ അവളെ നോക്കി നിന്നു. സിദ്ധാർത്ഥ്, ഞാൻ പോട്ടെ. അതിനും അവൻ ഒരു മറുപടിയും അവൾക്ക് നൽകിയില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം സിദ്ധാർത്ഥ അവളോട് പറഞ്ഞു, എൻ്റെ സാധനങ്ങൾ അനാവശ്യമായി ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ അമ്മയായാലും അച്ഛനായാലും ശരി. ആ സ്ഥാനത്താണോ നിന്നെ പോലെ ഒരു പെണ്ണ്? അത് കേട്ടതും അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. സിദ്ധാർത്ഥ്, ഞാൻ തൊട്ടത് കൊണ്ട് അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. ഇത് നാശമായി, അത്ര തന്നെ. അതെങ്ങനെ നാശമാവും സിദ്ധാർത്ഥ്? ഞാൻ അതിലിരുന്ന് 2 സെക്കൻഡ് പോലും ആയിട്ടില്ല. എത്ര സമയമായാലും നീ ഇരുന്നാൽ ഇത് നാശമായി. നിന്നെ പോലെയുള്ള പെൺവർഗങ്ങൾ ഒന്നിനെയും എൻ്റെ പേഴ്സണൽ സാധനങ്ങൾ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. തൊട്ടാൽ തന്നെയെല്ലാം നാശമാവും. സിദ്ധാർത്ഥ്, നിങ്ങളുടെ അമ്മ ഒരു പെണ്ണല്ലേ? നിങ്ങൾ ഏതോ ഒരുത്തി ചതിച്ചു എന്ന് കരുതി എല്ലാ പെൺകുട്ടികളും അങ്ങനെയാവില്ല സിദ്ധാർത്ഥ്. അമ്മയെക്കുറിച്ച് ഗൗരി പറഞ്ഞു കേട്ടതും സിദ്ധാർത്ഥ് ചാടി എഴുന്നേറ്റു. അവൾക്ക് നേരെ ചീറിക്കൊണ്ട് ചെന്നു. നിന്നെ പോലുള്ള പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് അമ്മയുടെ പേര് വെറുതെ വലിച്ചിടരുത്. ഗൗരി, എൻ്റെ അമ്മ നിങ്ങളെപ്പോലെ പണത്തിന് പിന്നാലെ നടക്കുന്ന ഒരു സ്ത്രീ അല്ല. ഒരിക്കലും ഞാൻ നിങ്ങളുടെ അമ്മയെ ഈ ഒരു കാര്യത്തിലേക്ക് വലിച്ചയക്കുമായിരുന്നില്ല. നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് പെൺവർഗത്തെ തന്നെ ഇഷ്ടമല്ലെന്ന്. പെൺവർഗമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അമ്മയും അതിൽ പെടുമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു കാര്യം കൂടി മിസ്റ്റർ സിദ്ധാർത്ഥ് വർമ്മ ഞാൻ പറയാം. എൻ്റെ അമ്മയ്ക്ക് ശേഷം ഞാൻ ഒരാളെ അമ്മയായി കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അമ്മയെ തന്നെയാണ്. അത്രയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അമ്മയെ തന്നെയാണ്. ഒരു പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ അമ്മയേക്കാൾ ഞാൻ നിങ്ങളുടെ അമ്മയും അച്ഛനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ്. എനിക്ക് അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് വിഷമം. നിങ്ങളെപ്പോലുള്ളൊരു മകനാണല്ലോ അമ്മ ജന്മം നൽകിയതെന്ന് ഓർക്കുമ്പോൾ മാത്രം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സ്ത്രീകൾ പണത്തിനായി നടക്കുകയാണെന്ന്. ഞാനൊരിക്കലും പണത്തിന് വേണ്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതെൻ്റെ അവസ്ഥ മാത്രമായിരുന്നു, എൻ്റെ അനിയൻ്റെ ജീവന് വേണ്ടി മാത്രം. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ മനസ്സിലേക്ക് അവളുടെ ചില വാക്കുകൾ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുള്ളൂ. തൻ്റെ അമ്മയെക്കാളേറെ ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്ന വാക്ക് മാത്രം. അത് കേട്ടതും പൊങ്ങി വന്ന ദേഷ്യം പതിയെ എരിഞ്ഞമർന്നു. സോറി സിദ്ധാർത്ഥ്, ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. സാധനങ്ങൾ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അത് മോശമാക്കണമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവളുടെ തൊണ്ടയൊന്നിടറി.
അവളുടെ ചങ്കിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെയായിരുന്നു അവൾക്ക് തോന്നിയത്. പിന്നീട് അവൾ ഒന്നും സംസാരിക്കാതെ അവരുടെ റൂമിലേക്ക് നടന്നു. അവൾ ചെയ്തതൊരു തെറ്റല്ലെന്ന് നന്നായി ഗൗരിക്ക് അറിയാമായിരുന്നു. ഇതുപോലെയുള്ള ചില പണക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ്. അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ അവർക്ക് വല്ലാത്ത വെറുപ്പും ദേഷ്യവുമായിരിക്കും. അതുതന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. കുഞ്ഞിലെ മുതലേ അവൻ ഒറ്റ മോനായി വളർന്നത് കൊണ്ട് തന്നെ അവൻ്റെ സാധനങ്ങൾ അവൻ്റെ പാരൻസിന് പോലും കൈകടത്തരുതെന്നും ഉപയോഗിക്കരുതെന്നും അവൻ ഇഷ്ടമല്ലായിരുന്നു. അപ്പോഴാണ് വെറുമൊരു എഗ്രിമെൻ്റ് ഭാര്യയായ ഗൗരി. സിദ്ധാർത്ഥ് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്ന് അവനും തോന്നി തുടങ്ങിയിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് പറഞ്ഞതുപോലെയാണ് അവൻ്റെ കാര്യം. തുടരും. കുഞ്ഞു പാർട്ടാണെന്നറിയാം, കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇട്ടതാണ്. അടുത്ത പാർട്ട് തിങ്കളാഴ്ച.